സ്വന്തം സഹോദരൻ മിസ്റ്റർ ബാബുരാജ് അദ്ദേഹം വന്നിട്ട് എന്നോട് ബിസിനസ് ചെയ്യാനെന്ന് പറഞ്ഞാൽ മായം കലരാത്ത കുറച്ച് ഉൽപ്പന്നങ്ങളുണ്ട്, ചായ, കാപ്പി, സോപ്പ്, പേസ്റ്റ്, നമുക്ക് വീട്ടിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനം ഇതൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ ഈ പ്രൊഡക്റ്റുകളൊന്ന് മേടിച്ച് ഉപയോഗിച്ച എല്ലാം നമ്പർ 1 ക്വാളിറ്റി പ്രൊഡക്റ്റ്. എന്തായാലും ഈ പ്രൊഡക്റ്റുകൾ ഞാൻ വീട്ടിലേക്ക് വാങ്ങിക്കുന്നുണ്ട്. ഏതോ കമ്പനിയുടെ ഏതോ ബ്രാൻഡ് ആർക്കോ വേണ്ടി ഞാൻ വാങ്ങിക്കും. അത് മേടിക്കുമ്പോൾ എന്റെ സഹോദരന് ചെറിയൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതിന്റെ ഒരു കസ്റ്റമറായി. 6 മാസം കഴിഞ്ഞപ്പോൾ ഈ കമ്പനി എനിക്ക് 1 മാസത്തെ പർച്ചേസ് ഫ്രീ ആയിട്ട് തന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും ആലോചിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് ഇതൊരു സാമൂഹ്യ സേവനമായി ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചുകൂടാ എന്നുള്ളൊരു ചിന്താഗതി വരുന്നു. ആ സമയത്താണ് 2018 ഒക്ടോബർ മാസം 9-ാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഒരു സീരിയസും ഇല്ല. സീരിയസ് ഇല്ല എന്ന് മാത്രമല്ല, ഇതിൽ ആളുകൾ ശരിക്കും കേൾക്കേണ്ട ഒരു കാര്യം, എന്റെ സ്വന്തം സഹോദരൻ വന്ന് ചോദിച്ചപ്പോൾ ആധാർ കാർഡ് കൊടുത്തെങ്കിലും ഇതിൽ സബ്സിഡി ഉണ്ട്, ബാങ്കിലേക്ക് പണം വരും, ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഞാൻ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുത്തില്ല. കാരണം അവൾ ചെറിയ ചില്ലറ പൈസ കിടക്കുന്നത്, അതുകൊണ്ട് മൂപ്പര് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ ബാങ്ക് പാസ്ബുക്ക് കൊടുത്തില്ല. ഞാനിത് പറയാൻ കാര്യം, ഇതിൽ ആദ്യമായിട്ട് കേൾക്കാനിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങളും ഒരു പക്ഷേ ഇതൊക്കെ കൊടുക്കാൻ മടി പിടിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങളും കൊടുക്കേണ്ട തന്നെ എന്റെ അഭിപ്രായം. കാരണം നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു സമയത്ത് കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ പ്രൊഡക്റ്റ് ഒന്ന് മേടിച്ച് ഉപയോഗിക്കുക, ഞാൻ ചെയ്ത പോലെ. അപ്പൊ ഒരു 6 മാസം മേടിച്ചപ്പോ ഞാൻ അറിയാണ്ട് തന്നെ ഞാൻ ഈ കമ്പനിയുടെ ഡയറക്ടറായി. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അപ്പൊ എന്റെ അടുത്ത് എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞോടാ, എന്റെ അക്കൗണ്ടിൽ ഒരു 11,000 രൂപ വന്നിട്ടുണ്ട്, മൊബൈലിലൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ആ സമയത്താണ് ഞാൻ ബാങ്ക് പാസ്ബുക്ക് പോയി പതിക്കുന്നത്. ഞാൻ ഇത്രയും വർഷം എത്രയോ കാലങ്ങളായിട്ട് കടകളിൽ നിന്ന് സാധനം മേടിച്ചിട്ട് പോലും എന്റെ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും വരാത്തപ്പോഴാണ് ഞാൻ ബ്രാൻഡും അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റും ഒന്ന് മാറ്റിയെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് 11,500 രൂപയോളം എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് കിട്ടി. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇതൊരു സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തി ഏറ്റെടുക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. കാരണം മായം കലരാത്ത ഉൽപ്പന്നം കൊടുത്താൽ തന്നെ ആളുകൾ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും, അവരെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് അകറ്റി നിർത്താൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കേണ്ട വർക്കാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു, കുന്നംകുളത്ത് മെയ് മാസത്തില് 2019 മെയ് മാസത്തിലാണ് നമ്മുടെ കമ്പനിയുടെ ASM ജിനീഷ് സാർ വന്നുകൊണ്ട് അദ്ദേഹം ഈ കമ്പനിയുടെ പ്ലാൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിലൊരു 3 പേരെ നിങ്ങൾ ഡയറക്ടർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ ഫണ്ട് ഉണ്ട്, അതിൽ കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട്, പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ പോലും കുറച്ച് സീരിയസ് ആയിട്ട് ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓഡിബിൾ അല്ലേ സാറേ? ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് നമ്മുടെ കൊറോണയുടെ വരവുണ്ടായത്. കൊറോണ വന്നപ്പോൾ എല്ലാവരും ജോലി നഷ്ടപ്പെടുന്നതായിട്ട് വേവലാതിപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായത് ഈ മീറ്റിങ്ങുകൾ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ജിഷ സാർ ആ കറക്റ്റ് സമയത്ത്, കൊറോണ വന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് അദ്ദേഹം ആരംഭിച്ചു. രാവിലെ 9 മണി തൊട്ട് 10:30 വരെ ഒരു 1.5 മണിക്കൂർ, 1 മാസക്കാലം റെഗുലർ ആയിട്ട് ആ മീറ്റിംഗ് കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്യുന്ന മാർക്കറ്റിംഗ് ജോലിയല്ല, സന്തോഷം തെരഞ്ഞെടുക്കേണ്ട ജോലി മോദി കെയർ ആണെന്ന് മനസ്സിലാക്കി. ആ മെയ് മാസത്തിൽ ഞാൻ എന്റെ ജോലി രാജിവെച്ചിട്ട് ഫുൾ ടൈം ആയിട്ട് മോദി കെയർ ബിസിനസ് എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും അവിടുന്ന് വെറും 5 മാസം കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ കാർ ഫണ്ട് ഉപയോഗിച്ച് ഹുണ്ടായി വെന്യൂ എന്ന് പറയുന്ന ഒരു കാർ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അന്ന് കമ്പനി ഒരു കോലാലംപൂർ ഇന്റർനാഷണൽ ട്രിപ്പ് അനൗൺസ് ചെയ്തിരുന്നു. ആ ട്രിപ്പും എനിക്ക് വിൻ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ നമുക്ക് ആ ട്രിപ്പ് പോകാൻ കഴിഞ്ഞില്ല. കാരണം കൊറോണ കാരണം കമ്പനി ട്രിപ്പ് കൊണ്ടുവരില്ല. പകരം എന്റെ അക്കൗണ്ടിലേക്ക് 50,000 രൂപയാണ് കമ്പനി തന്നത്. അപ്പൊ ടൂർ ഫണ്ടിലൂടെ നമുക്ക് ടൂർ പോകാൻ കഴിയുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് വന്ന തായ്ലാന്റ് ട്രിപ്പ് വിൻ ചെയ്യാനും എന്റെ ഫാമിലിയോട് കൂടിയിട്ട് ആ തായ്ലാന്റിലേക്ക് ഒരു ട്രിപ്പ് പോകാനും എനിക്ക് കഴിഞ്ഞു. ഞാൻ ചെയ്തത് മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ്. അത് നല്ലതാണ് 4 ആളോട് പറഞ്ഞു. അപ്പൊ എനിക്ക് വിദേശ ടൂർ പോകാൻ പറ്റും പറഞ്ഞാൽ ആ ടൂർ പോകാൻ കഴിഞ്ഞു. കാർ ഫണ്ടിലൂടെ കാർ കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് മാത്രമല്ല, നിഷാസാര ടീമിൽ നമ്മൾ 200ഓളം കാറുകൾ കൊടുത്തു വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലേക്ക്, എന്റെ സ്വന്തം വീട്ടിലേക്ക് എന്റെ അനുജത്തിക്കും എന്റെ ജ്യേഷ്ഠനും ഉൾപ്പെടെ 3 കാറുകൾ ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അപ്പൊ സമീർ മോദി സാർ കാർ ഫണ്ട് തരുമെന്ന് പറഞ്ഞാൽ കാർ ഫണ്ട് തരും. ഒരു വീട്ടിലേക്ക് മിനിമം 3 കാർ തരും എന്നുള്ള ഇപ്പൊ പറയാൻ പറ്റും. ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 4ാമത്തെ കാർ വലിയ താമസമില്ലാണ്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ തരുമെന്ന് പറഞ്ഞത് തന്നിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പിന്നെ സമീർ മോദി സാർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഹൗസ് ഫണ്ട് നിങ്ങൾ ഒരു 6 പേരെ ഡയറക്ടർ ആക്കിയാൽ നിങ്ങൾ ഈ കമ്പനിയുടെ ഡയമണ്ട് ഡയറക്ടർ ആകുമ്പോൾ നേരത്തെ അബൂബക്കർ സാർ പറഞ്ഞതുപോലെ 12 തരത്തിലുള്ള വരുമാനം കിട്ടും. അതിൽ അതിമനോഹരമായിട്ടുള്ള ഒരു വരുമാനമാണ് നമ്മുടെ ഹൗസ് ഫണ്ട്. ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വെറും 650 സ്ക്വയർ ഫീറ്റിൽ കഴിഞ്ഞിരുന്ന എനിക്ക് ഗുരുവായൂർ എന്ന് പറയുന്ന ലോകം അറിയുന്ന ഒരു സ്ഥലത്ത് 5 സെന്റ് സ്ഥലം മേടിക്കാനും അതിലൊരു 2,250 സ്ക്വയർ ഫീറ്റ് പണി പൂർത്തീകരിച്ചുകൊണ്ട് ഞാനിപ്പോ ആ പുതിയ വീട്ടിലിരുന്നു കൊണ്ടാണ്, സമീർ മോദി സാർ സമ്മാനമായി തന്നിട്ടുള്ള ആ വീട്ടിലിരുന്നു കൊണ്ടാണ് ഈ പരിവർത്തനത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് വളരെയധികം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയാൻ കഴിയുന്നുണ്ട്. ഒരായിരം നന്ദി ഞാൻ എന്റെ അപ്ലൈൻ ലീഡേഴ്സിനും അതേപോലെ തന്നെ സമീർ മോദി സാറിനും 1000 നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയാം. പ്രിയ സുഹൃത്തുക്കളെ, അകലങ്ങളിൽ കാത്തു നിൽക്കാതെ നിങ്ങൾ അടുത്തേക്ക് വന്നുകൊണ്ട് എന്താണ് എന്ന് മോദി കെയർ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും
വിജയിക്കാൻ കഴിയും. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഒരു 2 മിനിറ്റ് മാത്രമാണ് അധികം എടുത്തിട്ടുള്ളൂ. ഒറ്റ കാര്യം, അത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടില് ഒരുപാട് തട്ടിപ്പ് കമ്പനികൾ വന്ന് ഇടത്തും വലത്തും ആളെ ചേർത്തിക്കൊണ്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കാം, അതാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടാനുകോടി രൂപ നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചു മാറ്റി പോകുമ്പോൾ നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് ആളുകളോട് പറയാതിരുന്നാൽ, നല്ലതിനെ കുറിച്ച് ആളുകളോട് പറയാതിരുന്നാൽ, ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും പഴയ ചതിക്കുഴിയിലേക്ക് പോയി ചാടും. നമ്മൾ തെറ്റിനെ കണ്ട് ആ തെറ്റിനെ നമ്മൾ അനുകൂലിക്കുന്നതിന് തുല്യമാണ് ഒരു അനീതി കണ്ട് അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത്. അപ്പൊ അത്തരം അനീതികൾക്കുള്ള ഒരു മറുപടിയാണ് മോദി കെയർ പോലെയുള്ള 27 വർഷത്തെ പാരമ്പര്യമുള്ള ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നം ഇഷ്ടമായിട്ട് ഞങ്ങൾ തിരിച്ചെടുക്കാം എന്നുള്ള വാഗ്ദാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന മോദി കെയർ പോലെയുള്ള ശക്തമായിട്ടുള്ള കമ്പനിയുടെ ഭാഗമാകുന്ന മുഴുവൻ ആളുകൾക്കും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.